കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം കർത്താവ് ഉള്ളംകാലം ഉച്ചവരെ കർത്താവ് സ്പർശിക്കട്ടെ എന്ന് മക്കളെ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 36 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ ശക്തിയായ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറട്ടെ. സ്തുതിക്കട്ടെ. അനുഗ്രഹം വൈദാഖാലം പോലെ ദൈവിക ശക്തി ഇറങ്ങട്ടെ. Grant you the name of Jesus Christ, you be healed. Sign with the sign of cross, so that you will again suffering from the same disease. Thank you, Jesus. En jeevane kaanum nee valiyadaan enikku. സന്തോഷത്തോടെ പാടുക. En jeevane kaanum nee valiyadaan enikku. ആരാധന. യാത്രയ്ക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരീക്ഷയ്ക്കുള്ളവരെ, ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പോകുന്നവരെ, യാത്ര ചെയ്യാൻ പോകുന്നവരെ, വിദേശ യാത്ര, വിദൂര യാത്ര, അതുപോലെ തന്നെ പലതരത്തിലുള്ള കോടതി കേസുകൾ, തർക്കങ്ങൾ, സമരിയാകുന്ന ചർച്ചാ സമ്മേളനങ്ങൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഗോടമ്പടി നടക്കാത്തവരെ, അതിൽ തർക്കപ്പൊരിടമുള്ളവർ, സ്ഥലം വിറ്റ് മാറ്റാൻ പറ്റാത്തവർ, സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്തവർ, വീട് വെക്കാൻ പറ്റാത്തവർ, വാടക താമസിക്കുന്നവർ, ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിക്കുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റ് എഴുതിയതിനു ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയവർ, വിദേശ രാജ്യങ്ങളിലെ പഠനം പൂർത്തിയാക്കാതെ പോരേണ്ടി വന്നവർ, തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയിൽ പണമില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ പഠനങ്ങൾക്ക് കർത്താവ് ഓഫർ ലെറ്റർ വന്നു, അതേസമയം തന്നെ വിസ വരാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂവും ടെസ്റ്റും വ്യത്യസ്തമായ പ്രധാനപ്പെട്ട ഡേറ്റുകളുള്ളവർ, ഇന്ന ഡേറ്റുകൾ സമയമുള്ളവർ, ആ സമയത്ത് കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ ജീവിതം കുരുങ്ങിപ്പോകുന്നവരെല്ലാവരും സ്തുതിക്കട്ടെ. En jeevane kaanum nee valiyadaan enikku. ആരാധന. ഒരുമിച്ച് പാടുക. En jeevane kaanum nee valiyadaan enikku. En jeevane
തിരിച്ചടുത്ത മാസം ഇവിടെ വരുമ്പോൾ ഞാൻ നിൽക്കുന്നുണ്ടാവും ഇവിടെ. അപ്പോൾ പറയാം, വെച്ചാൽ എൻ്റെ കൈ ഇങ്ങനെ തളർന്നിരിക്കുകയാണെന്ന് പറയും. ഒരു കൈ ആമവാദമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിവർ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. കുറേ ആൾക്കാരിങ്ങനെ ലൈൻ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കത്തുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം മഹത്വപ്പെടണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം ഉണ്ടാകണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം കിട്ടുന്നതനുസരിച്ച് മാത്രമേ സഭ ഇത് വ്യാപകമായ രീതിയിൽ പഠിക്കുകയും ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തിരുമനസ് മലയാള സമൂഹം വിട്ട് ലോകം മുഴുവനും ദൈവമനസ്സറിയണമെങ്കിൽ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുന്ന പോലെ ആ പ്രത്യക്ഷീകരണ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണം. അതിന് ആഴമായ അടയാളങ്ങൾ കിട്ടണം. അപ്പോൾ അടയാളങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാനെപ്പോഴും വിശുദ്ധീകരിച്ചും വചനങ്ങളെ പഠിച്ചും പ്രാർത്ഥിച്ചും നിങ്ങളെ വിശുദ്ധീകരിച്ചും വിശ്വസ്തതയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചും ഉടമ്പടിയോട് നിങ്ങൾ ഐക്യപ്പെടുത്തി നിർത്തുന്ന സമയത്ത് ഞാൻ അതേ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പല ആൾക്കാരും അതിനോട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ. ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സമയമൊന്നുമില്ല, തലക്കൊന്നും പിടിക്കുകയെന്ന് ചോദിച്ചുകൊണ്ട് ചില ആൾക്കാർ വരും. ഉടമ്പടി എടുക്കാൻ സമയമില്ല, തലക്കൊന്നും പിടിക്കുക. അപ്പം ഞങ്ങൾ ഇവിടുത്തെ അവിടെ പറയും നിങ്ങൾ അർത്തക്ക പള്ളി പോയാൽ മതി എന്ന് പറയും. കാര്യം അങ്ങനെ ഇത് തീർത്ഥാടന പള്ളിയല്ലല്ലോ ഇത് ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്തിട്ട് വിശുദ്ധ ഗ്രന്ഥപ്രകാരം സുവിശേഷ സാക്ഷിയായി വ്യക്തി ഉയർന്ന് ദൈവത്തിന് ഒത്ത ഒരു കക്ഷിയായി മാറി ദൈവത്തിന് വേണ്ടി ജീവിക്കണ ഒരു ധ്യാനകേന്ദ്രമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ആദ്യം ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് നിരപ്പാകാൻ പറയും. മനസ്സിലായി? അതാണ് ആദ്യം ചെയ്യത്തുള്ളൂ. കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുക എന്നുള്ള വിഷയത്തിലാണ് കാരുണ്യമുള്ളത്. അപ്പോഴവരതിന് റെഡിയാകും. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രോഗിക്ക് കയറാൻ പറ്റത്തില്ലെങ്കിൽ കൂടെ വന്ന ആൾക്കാർ കയറാൻ പറയും. കൂടെ വന്ന ആൾക്കാരെ കയറി ഉടമ്പടി എടുക്കുക. അപ്പം കൂടെ വന്ന ആൾക്കാർ ചുമ്മാ ഒരു തരം എന്താണ് ഈ ചുമട്ട് തൊഴിലാളികളെ പോലെ പിന്നെ സ്വന്തം മകനായിരിക്കുവേ അമ്മേനെ ചോട്ടോ തൊഴിലാളിനെ പോലെ വരും. ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. എന്നിട്ട് അവൻ അവിടെ പുറത്ത് പോയി നിൽക്കും. അങ്ങനെ ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. അവനെ വിളിക്കും. ഞാൻ വിളിച്ച് പറയും, നീ മര്യാദക്ക് അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി ചെയ്യാൻ പറയും. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പിന്നെ പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴേ ഈ സത്യസന്ധമായിട്ട് അമ്മ സൗഖ്യപ്പെടണമെന്ന് ഈ മകൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് ചെയ്യും. അമ്മ ചത്താലും ജീവിച്ചാലും അവന് പ്രശ്നമൊന്നുമില്ല, ചത്ത് കിട്ടി അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ചുമട്ട് തൊഴിലാളികളായിട്ട് മാതാപിതാക്കന്മാരെ കൊണ്ടുവരുന്നത്. അവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വെച്ചും ലോഡ് ഇറക്കി വെച്ചും അവർ പോയി അവിടെ നിന്ന് പിടിയും വെച്ച് സിഗരറ്റും വെച്ച് നിൽക്കും. അപ്പോൾ ആ കേസൊന്നും ഇവിടെ എടുക്കത്തില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങളുടെ സമയം ഞങ്ങൾക്ക് ഉടമ്പടിയാണ് അമ്മ തന്നിരിക്കുന്നത്. അതിന് ലക്ഷ്യമുള്ളത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ആര് സാക്ഷിയാകാൻ തയ്യാറാകുന്ന രീതിയിൽ സമർപ്പിതരാകാൻ പോകുന്നു അവരാണ് ഈ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നവർ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും, അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സാക്ഷ്യങ്ങൾ കിടിലൻ സാക്ഷ്യങ്ങളൊക്കെ മാറാൻ വേണ്ടി അവരെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് അവർക്ക് കൗൺസിലിംഗ് ചെയ്തും അവരെ അതനുസരിച്ച് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടക്കുന്ന കൗൺസിലിങ്ങും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതിന് ലക്ഷ്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക, ലോകത്തിനത് പ്രധാനപ്പെട്ട കാര്യമായി മാറുക. മറിച്ച് നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷികളാകുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, വിശുദ്ധീകരിക്കുക, നിങ്ങളെ ശക്തീകരിക്കുക, സാക്ഷികളാകുക. അത്തരം കാര്യങ്ങൾ നടക്കണം ഉടമ്പടിയിലൂടെ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ ആത്മാവ് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ ശക്തീകരിക്കണമേ. അപ്പൊ ഈ പ്രേക്ഷിത പ്രവർത്തനയുടെ ശക്തീകരിച്ചിട്ടാണ് ഷീജ വരണത്. അപ്പൊ ഈ കൈ അനങ്ങണില്ലല്ലോ. അപ്പൊ കുറച്ചൊക്കെ ഇപ്പൊ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു 50% ഹീലിംഗ് കൊടുത്ത് 50% ഹീലിംഗ് കൊടുത്ത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതല്ല, അമ്മ കൊടുത്തതാണെന്നറിയാൻ വേണ്ടി 50% കൈ പൊങ്ങാൻ തുടങ്ങി. ആ 50% കൈ പൊങ്ങാൻ തുടങ്ങിയ കൈയും കൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വിശ്വാസപ്രവണത ചെയ്യുള്ളൂ. ആ കയ്യെ തൊട്ട് അപ്പോൾ തന്നെ കൈ പഴയതുപോലെ ബലം പ്രാപിച്ചു. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇത്രയുമാണ് ഉടമ്പടി സംഭവം. അപ്പോൾ ഷീറ്റ് എന്താ പറയണത്, ഇപ്പം എനിക്ക് 2 പടല കൈ പഴമെടുത്ത് പൊക്കാൻ പറ്റും. അതാണ് സ്വപ്നം. അമ്മ എന്താ പറഞ്ഞത്, നീ കുറച്ചായിട്ട് നിനക്ക് കിട്ടിയത് പാസ് ചെയ്യുക, അപ്പോൾ പിന്നെ ഞാൻ തരൂ, അത് നീ പാസ് ചെയ്യുക. അവസാനം നിൻ്റെ കൈ 2 പടലപ്പഴം എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ കൈ ഞാൻ ശക്തിപ്പെടുത്തുമെന്നാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് അമ്മയാണ്.
അപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും, ഇപ്പോൾ നമ്മുടെ അച്ഛന്മാർക്ക് വരെ പേടിയാണ്, അവരിങ്ങനെ അമ്മ രോഗശാന്തി നൽകുക, പിന്നെ അവർ ത്രിത്വക ദൈവമൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് മേമ്പൊടിയൊക്കെ ചേർത്തൊക്കെ അവർ പറയത്തുള്ളൂ. പണ്ടൊരു അച്ഛനുണ്ടായിരുന്ന അച്ഛനും ഇതുപോലെ തന്നെ അവർക്ക് അമ്മ അത് ചെയ്യുമെന്നുള്ളതിനെ പറഞ്ഞ് അമ്മ മധ്യസ്ഥം വഹിക്കുന്നതാണ് ഇവരുടെയൊക്കെ തലയിരിക്കുന്നത്. അല്ല, കൃപാസനം പഠിപ്പിക്കുന്നത് അമ്മ പുത്രൻ തമ്പുരാൻ്റെ മാതാവായ പരിശുദ്ധ ദേവമാതാവാണ്. ഒരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ അമ്മയ്ക്ക് കഴിയും. ലൂർദിലൊക്കെ നടക്കുന്ന ഇപ്പോൾ 70 അനുഭവങ്ങളെ, അതിശയങ്ങളെ ലൂർദിൽ അംഗീകരിച്ച് ആര് ചെയ്തതാണ്? അമ്മ ചെയ്ത അനുഭവങ്ങളാണ്. കൃപാസനത്തിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അമ്മയെ ദൈവം അതിനു വേണ്ടി, രക്ഷകൻ്റെ അമ്മയല്ലേ, മദർ ഓഫ് ഗോഡാണ് അവരെ, രക്ഷകൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അതേ രീതിയിൽ തന്നെ അമ്മയോട് സുവിശേഷ വിഹിതമായി ജീവിക്കാൻ വേണ്ടി ദൈവത്തോട് നിങ്ങൾ പരിശുദ്ധ അമ്മ വഴി മാധ്യസ്ഥം വഹിക്കണം. അപ്പോൾ നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തും. ആ ശക്തിപ്പെടുന്ന അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് അമ്മയുടെ മാധ്യശക്തി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവവേദ്യമാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ചൊല്ലുക എന്നതിനേക്കാൾ ഉപരി ചെയ്യാൻ നോക്കണം. അമ്മ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ കൈയും കാര്യം തന്നു പോവുക. അത് ഏറ്റു പറയാനുള്ള ധൈര്യം ഉണ്ടാണ് നമുക്ക്. അമ്മയാണ് എന്നെ സുഖപ്പെടുത്തിയത്. അമ്മ ആരാണ്? രക്ഷകൻ്റെ അമ്മയാണ്, പിതാവ് ദൈവത്തിൻ്റെ മകളാണ്, പുത്രൻ തമ്പുരാൻ്റെ മാതാവാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ വധുവാണ്, രക്ഷകര സംഭവത്തിൽ ത്രിത്വക ദൈവത്തിൻ്റെ മനുഷ്യ പങ്കാളിയാണ്. ഇവരാരാണെന്ന് വിചാരിക്കണത്? അതുകൊണ്ട് അവരുടെ മധ്യസ്ഥതയിലാണ് ഈ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അപ്പം മരിയൻ സുവിശേഷമാണ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത്, സാക്ഷിയാകണത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഈശോനെ സ്വീകരിച്ചത് അമ്മയാണ്, വയറ്റിലിട്ട് വളർത്തിയത് അമ്മയാണ്, പെറ്റ് ലോകത്തെ വളർത്തിക്കൊടുത്തതും അമ്മയാണ്, സഭയുടെ കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ്, സഭ സ്ഥാപിച്ചപ്പോഴും സഭ വളർത്തിയപ്പോഴും അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടതും ലോകത്തെ സുവിശേഷവൽക്കരിച്ചതും അമ്മയാണ്, മുഴുവനും അമ്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മദർ ഓഫ് ചർച്ച് എന്ന് അവരെ വിളിക്കുന്നത്, സഭയുടെ മാതാവ്. അത്രയും ആ ലുത്തീനിയ മുഴുവനും എന്തുമാത്രം ഭാഷകൾക്ക് മനസ്സിലാവും, മദർ ആരാണെന്നൊക്കെ മനസ്സിലാവും. അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെ ഭംഗി കൊണ്ട് ലുത്തീനിയ വിട്ടുകളയരുത്. ജപമാലയെ ചില ആൾക്കാർ ലുത്തീനിയ ചെല്ലത്തില്ല. ലുത്തീനിയ ജപമാല രഹസ്യങ്ങൾ പോലെ തന്നെ ബലമുള്ളതാണ്. കാര്യം അത് അമ്മയിലൂടെ ദൈവം നിർവഹിച്ച, നൂറ്റാണ്ടുകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സത്യങ്ങളെ വെളിവാക്കുന്നതാണ്. അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോരോ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറയണത്, മദർ ഓഫ് റെഫ്യൂജി, അഭയാർത്ഥികളുടെ മാതാവ് എന്ന് വിളിച്ചത് ഈ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥയുടെ സാധ്യത മാതാവിൽ കണ്ടുകൊണ്ട് അമ്മ അഭയാർത്ഥിയായി നടന്ന ആളാണ് ശരിക്കും. അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള അഭയാർത്ഥികളെ സന്ധിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ കഴിവിനൊക്കെ അപ്പുറത്ത് അഭയാർത്ഥികളെ സന്ധിക്കാൻ സാധിക്കുന്നതും പരിശുദ്ധ അമ്മയ്ക്കാണ്. അപ്പം അതുകൊണ്ട് നീ എവിടെയായിരിക്കുന്നുവോ, നീ ഒരു അഭയാർത്ഥി. അവൻ പറഞ്ഞില്ലേ, എനിക്ക് ഭക്ഷണം കിട്ടില്ല അമ്മയെന്ന് ഇങ്ങോട്ട് വിളിച്ച് അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ മുസ്ലിം പള്ളി വാതിക്കല താമസിക്കുന്നത്. അവൻ ആരാണ് ശരിക്കും പറഞ്ഞാൽ? അഭയാർത്ഥിയാണ് ശരിക്കും പറഞ്ഞാൽ. യുദ്ധം വരുമ്പോൾ അവിടുന്ന് ഓടിപ്പോണവർ മാത്രമല്ല അഭയാർത്ഥികൾ. വേറെയും കൂലിയില്ല, ജോലിയില്ലാതെ നടക്കുമ്പോൾ നമ്മുടെ ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കുന്നൊരു കാലമുണ്ട്. അപ്പോഴെല്ലാം അമ്മയാണ് നിനക്ക് അഭയം, അമ്മയാണ് നിനക്ക് ആശ്രയം. അഭിഷേകത്തോടെ കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, അമ്മയുടെ മക്കൾക്ക് വേണ്ടി ഈ മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ. പെൽവിക് ബോൺ ഫ്രാക്ചർ ആവുകയും 3 മാസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വെയിറ്റ് ഇട്ട് വിടുകയും ചെയ്തു. വീട്ടിൽ വന്നതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പം ദേഹം മൊത്തം നീര് വെക്കുകയും യൂറിനൊക്കെ യെല്ലോ കളർ ആവുകയും ചെയ്തു. ആ കൂടെ ഒരു ചെറിയ ചുമ, ശ്വാസതടസ്സം അങ്ങനെയൊക്കെ ഉണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പം
അത് മഞ്ഞപ്പിത്തം കൂടിയതാണ്, അത് ഓർഗൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സ്റ്റെൻറ്റ് ഇടണമെന്ന് പറഞ്ഞു. അതെല്ലാം എമർജൻസി ആയിട്ട് അവർ ചെയ്തു. എന്നിട്ട് ICUവിൽ അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഈ ഫ്രാക്ചർ ഉള്ളപ്പോൾ സൈഡ് ചരിച്ച് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റത്തില്ലാത്തത് കാരണം ഈ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ അവരൊരു MRI എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് എന്തേലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന്, ഫ്രാക്ചറിന് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ. അങ്ങനെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് ബോൺ ക്യാൻസറാണ്. ഈ ക്യാൻസർ എല്ലായിടത്തും സ്പ്രെഡായി, എവിടെയൊക്കെ ബോണുണ്ടോ അവിടെയൊക്കെ ക്യാൻസറാണ്, ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങളുടെ അവിടെ പാലിയേറ്റീവ് കെയർകാരുണ്ടെങ്കിൽ അവരെ ഇൻഫോം ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെപ്പാടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി. കാരണം ഇങ്ങനൊരു പ്രശ്നമായിട്ട് ചെന്നപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ MRIയിൽ റിസൾട്ട് അങ്ങനെ വന്നു. അന്ന് രാത്രി ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കണ്ട് ഒരു 12:30 മണിയായി കാണും. ആ ടൈമിൽ ഞാൻ ഇതറിഞ്ഞ നിമിഷം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാതാവേ നാളെ അതായത് അവർ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഒരു അമ്മയ്ക്ക് ഭയങ്കര പെയിൻ കാരണം മോർഫിനാണ് 4 നേരം പൊയ്ക്കൊണ്ടിരുന്നത്. മോർഫിൻ കൊടുത്തു കഴിയുമ്പോൾ ഓൾറെഡി പേഷ്യൻ്റ് ഡ്രൗസി ആകും, ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ്. ഞങ്ങളെ ആരെയും തിരിച്ചറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ പറഞ്ഞു അത് ക്യാൻസർ അല്ലേ, അത് ബ്രെയിനിലൊക്കെ അഫക്റ്റ് ആവും, ലാസ്റ്റ് സ്റ്റേജ് അല്ലേ, അപ്പോൾ അതങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു റേഡിയേഷൻ നെക്സ്റ്റ് ഡേ ചെയ്യാമെന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു. അതായത് ജസ്റ്റ് പെയിന് വേണ്ടി എല്ലായിടത്തും ഉള്ളത് കാരണം എവിടെയാണോ കൂടുതൽ പെയിനുള്ള ആ ഏരിയ നോക്കി ഒരു CT സ്കാൻ ചെയ്തിട്ട് CT ഗൈഡഡ് ആയിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞു, റേഡിയേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നാളെ ആ ഡോക്ടർ ഈ റേഡിയേഷൻ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളോട് സംസാരിക്കുമ്പോൾ റേഡിയേഷൻ വേണ്ട എന്നായിരിക്കണേ, നെക്സ്റ്റ് സ്കാനിങ്ങിൽ അത് ക്യാൻസർ അല്ല എന്ന് പറയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അമ്മയുടെ പേരിൽ ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ഞാൻ നേർന്നു. നെക്സ്റ്റ് ഡേ ആ ഡോക്ടർ എന്നോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു അമ്മയ്ക്ക് റേഡിയേഷൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല, കാരണം ഞങ്ങൾക്കൊരു 50% തോന്നുന്നുള്ളൂ അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന്. അപ്പം അവർ പറഞ്ഞു അതിനായിട്ട് നമുക്കൊരു ബയോപ്സി കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു, ആ ഏരിയയിൽ നിന്ന് ടിഷ്യൂ എടുത്ത് വിടാമെന്ന് പറഞ്ഞു. അവർ ആ ബയോപ്സി ചെയ്തു, അത് നെഗറ്റീവായിട്ട് അതിൻ്റെ റിസൾട്ട് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ അവർക്ക് എന്നിട്ടും ഡൗട്ടാണ്, നെഗറ്റീവ് വന്നിട്ടും അമ്മയുടെ ഒരു കണ്ടീഷൻ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് ഞങ്ങൾ മോർഫിനൊക്കെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അമ്മ നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് എല്ല് പൊടിയുന്ന അസുഖം ഉള്ളതുകൊണ്ട് ഒരു ചാൻസും ഇല്ല ഇനി എഴുന്നേറ്റ് നടക്കുമെന്നുള്ളത്. നടക്കുന്ന ആളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. വീണപ്പം 5 ഇടത്താണ് പൊട്ടിയേക്കുന്നത് പെൽവിക് ബോൺ ഫ്രാക്ചറിൻ്റെ അകത്ത്. അപ്പം അതിനൊരു ചാൻസും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ കൊണ്ടുവന്ന് മോർഫിനൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ അമ്മ നോർമലായിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അതിൻ്റെ എഫക്റ്റൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തു. ഇപ്പം അമ്മ ഒരു കുഴപ്പവുമില്ലാതെ എഴുന്നേറ്റ് നടന്ന് കുളിക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പം ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു ഇതെങ്ങനെ. അപ്പോൾ ഡോക്ടർ പറയാം നിങ്ങളുടെ അമ്മയുടേതൊരു റെയർ കണ്ടീഷനാണ്, അതായത് ആദ്യം ക്യാൻസർ വന്നു പിന്നെ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു, അതൊരു റെയറാണ്, അവർക്കത് ചില കേസുകൾ അങ്ങനെയാണെന്ന് പറഞ്ഞു ഞങ്ങളോട്. ഇത് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ഞാൻ രാത്രിയിൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് മാറിപ്പോണേന്ന് റേഡിയേഷൻ. നെക്സ്റ്റ് ഡേ അത് സംഭവിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് വേണ്ടി ഞാനിത് മാതാവിൻ്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിന് പനി കൂടി ഫിറ്റ്സ് വന്നു. അത് രാവിലെ ഞാൻ വിചാരിച്ചു രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഞാൻ എണീറ്റ് ബാത്റൂമിൽ പോയ സമയത്ത് കൊച്ചിന് ഫിറ്റ്സ് വന്നതൊരു 25 മിനിറ്റോളം. വന്ന ഉടനെ ഞങ്ങൾ വണ്ടി എടുത്ത് പകുതി വഴി പോകും. ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും, ഒരു 25-30 മിനിറ്റോളം എടുക്കും. കണ്ടിന്യൂസ് ഫിറ്റ്സ് വന്ന് ആദ്യം ഉണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റ് പോലും രണ്ടാമത് ഇല്ലെന്നായി. മൊത്തം ബ്ലൂയിഷ് കളറായി, സെക്രീഷൻ വന്ന് എയർവേ അടഞ്ഞു, ബ്രീത്തിങ് എടുക്കാൻ ബുദ്ധിമുട്ട്, കണ്ണ് മേലോട്ട് മറയുന്നു. ഒരു നേഴ്സായ ഞാൻ പോലും ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പോയി. എൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ പോകുമെന്നറിയാൻ ആ സമയത്ത് ഞാൻ CPR ചെയ്തു, ചെസ്റ്റ് കംപ്രഷൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൃപാസന മാതാവേ എൻ്റെ കുഞ്ഞിനെ സ്പർശിക്കണമേ എന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണേ എന്ന് പറഞ്ഞു. ആ നിമിഷം അത് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ എൻ്റെ കുഞ്ഞ് എന്നിട്ടും ഹോസ്പിറ്റലിൽ എത്തിയില്ല, ഇനിയുണ്ട് ദൂരം, ഒരു 15 മിനിറ്റോട് റിമൈനിങ് ആയിരുന്നു. അപ്പോൾ ആ നിമിഷം ഞാൻ പ്രാർത്ഥിച്ച നിമിഷം കൊച്ചു ഉറക്കെ കരഞ്ഞപ്പോൾ ആ ബ്ലൂയിഷ് കളറെല്ലാം പോയി
പിങ്ക് കളറായി കുഞ്ഞ്. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഫിറ്റ്സ് അവിടെ നിന്നു, ഒരു കുഴപ്പവുമില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഫിറ്റ്സ് അവർ ചോദിച്ചു നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്റ്റേജിലല്ല ഈ കുഞ്ഞിവിടെ വന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഞാൻ CPR വരെ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കാൻ പറഞ്ഞു. അവരത് ഫയലിലൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചു. CPR ചെയ്തു കണ്ടിന്യൂസ്. ഞങ്ങൾ 4 നേഴ്സുമാർ കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പക്ഷേ കുഞ്ഞല്ലേ, ഞങ്ങളെല്ലാവരും പാനിക്കായിപ്പോയി ആ ഒരു നിമിഷം. പിന്നെ ഞങ്ങൾ 2 വട്ടം EEG ചെയ്തു. അവന് ബ്രെയിനിൽ ഒരു കുഴപ്പവുമില്ല. ഡോക്ടർ ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതാണോ ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവന് 2 വട്ടം EEG ചെയ്തു, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതിനുശേഷം ഇതുവരെ ഫിറ്റ്സ് വന്നിട്ടില്ല. പനി വന്നിട്ടുണ്ട്, പക്ഷേ ഫിറ്റ്സ് വന്നിട്ടില്ല. എപ്പോൾ പനി വന്നാലും ഞാൻ 2 പേർക്കും എന്നും ഉടമ്പടി തൈലം തേച്ച് കൊടുക്കും. ഇതുകൂടാതെ നിരവധി അനുഗ്രഹങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ഓരോരോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ പണ്ട് യൂട്യൂബിൽ കയറി വീഡിയോകൾ കാണുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അത് മാറി എനിക്ക് എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാനും യൂട്യൂബിൽ അച്ഛൻ്റെ ടോക്ക് കേൾക്കാനും ഒക്കെയാണ് എനിക്ക് ഇപ്പം ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്. 10-15 പേരോളം എനിക്ക് പ്രാർത്ഥനാ റിക്വസ്റ്റിന് വേണ്ടി എന്നെ വിളിച്ച് പറയാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ടാവും വിധം ഞാൻ മറ്റുള്ളവരെ, ഞാൻ ഒരു OET ക്ലിയർ ആയ ആളായതുകൊണ്ട് എന്നാലാവും വിധം ഞാൻ മറ്റുള്ളവർക്ക് എൻ്റെ അറിവ് പറഞ്ഞു കൊടുക്കുന്നു ചെയ്യുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി. എൻ്റെ പേര് റോസമ്മ. ഞാൻ കൊല്ലം ജില്ലയെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജനുവരി 9-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ ഈ അൾത്താരെ സാക്ഷ്യം പറഞ്ഞ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ അൾത്താരെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. അവന് 2019 ബിടെക് കഴിഞ്ഞ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അവന് പുറത്തോട്ട് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് PSC പഠിക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അനുവദിച്ചു. അങ്ങനെ PSCക്ക് പഠിക്കാനായിട്ട് 1 മാസം പോയപ്പോൾ തന്നെ അവന് കൊറോണ, അവൻ്റെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചു. അതുകൊണ്ട് അവന് പോകാൻ പറ്റിയില്ല. പിന്നെ വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തു. അങ്ങനെ അവന് PSCയുടെ ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷ വന്നു. അവന് നന്നായിട്ട് പരീക്ഷ എഴുതാൻ, കാരണം ഒരു 3-4 ലിസ്റ്റിൽ അവന് പേര് വരാൻ തക്കവണ്ണം പരിശുദ്ധ അമ്മയെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ അവനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമാണ്, അതുകൊണ്ട് നീ അത് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ച് വേണം പഠിക്കാനും ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ അവനത്ര വിശ്വാസമൊന്നുമില്ല. പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും അൾത്താരബാലനായിട്ട് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും കൃപാസന മാതാവ് എന്ന് പറയുമ്പോൾ അവൻ്റെ അത്ര ഒരു വിശ്വാസമില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതിനുശേഷം അവൻ്റെ മെയിൻ പരീക്ഷകളെല്ലാം വന്നു. പക്ഷേ അവൻ്റെ ഒന്നിനും അവന് വിജയിക്കാൻ, അവന് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് അവന് കഴിഞ്ഞില്ല. അപ്പോൾ അവൻ വളരെ നിരാശയിലായി. ഡിഗ്രി പ്രിലിംസ് ഒന്നും അവന് വരാൻ പറ്റിയില്ല. ആകെ അവന് വരാൻ പറ്റിയത് പോലീസിൻ്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് അതിന് മാത്രമേ അവന് വരാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള മെയിൻ പരീക്ഷകളെല്ലാം അവൻ പരാജയപ്പെട്ടു. അവൻ നിരാശനായിട്ട് കട്ടിൽ സങ്കടത്തോട് കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിര്, ഇതെല്ലാം അങ്ങ് മാറും. ഇതെല്ലാം നിനക്ക് പരിശുദ്ധ അമ്മ നിനക്കിതെല്ലാം സാധിച്ചു തരും. ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നു. അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ മകന് വിശ്വാസമില്ല, അമ്മ അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പോയി. അതിനുശേഷം അവനിൽ മാറ്റങ്ങൾ വന്നു. ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തു. അവനത് കേൾക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ മാർച്ച് 20-ാം തീയതി അവന് CPOയുടെ മെയിൻ പരീക്ഷയായിരുന്നു. അതിന് അവൻ പോയി. പരീക്ഷ എഴുതിയിട്ട് വന്നിട്ട് അവൻ പറഞ്ഞത്, അമ്മയെ ഭയങ്കര പാടായിരുന്നു, എങ്കിൽ തന്നെ ഞാൻ വിചാരിച്ച ഒരു ആൻസർ എഴുതാനല്ല, അതിനപ്പുറത്തായിട്ട് തെറ്റാണെന്ന് വിചാരിച്ച സാധനം ഞാൻ അറിയാതെ കറപ്പിച്ചു. അങ്ങനെ എനിക്ക് മാർക്ക് കിട്ടി. എനിക്ക് നല്ലതായിട്ട് എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഫിസിക്കലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനായിട്ട് പോയി. അവൻ അവനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കാൽമുട്ട് വേദനയായിട്ട് അവൻ ഒരു തരത്തിൽ ഓടാനും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അവന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഒരാഴ്ചത്തേക്കുള്ള റെസ്റ്റും മരുന്നൊക്കെ കൊടുത്തു വിട്ടു. അതിനുശേഷം അവൻ നടക്കുമ്പോഴൊക്കെ ആ മരുന്നൊക്കെ തീർന്നു കഴിഞ്ഞാൽ മരുന്നപ്പോഴും അവന് വേദനയായി. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നമുക്കിനി പ്രാർത്ഥിക്കാൻ, ഈ ഹോസ്പിറ്റലിലൊന്നും പോകണ്ട.
അങ്ങനെ സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഉടമ്പടി തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പോസ്തല പ്രവർത്തനം